എല്ലാവർക്കും പത്രമരലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കാൻ നന്ദുവിനെ അനിയാണ്. നീ പറയുന്നുണ്ട്, എനിക്ക് നല്ല സംശയമുണ്ട്, അനാമികയുടെ ലക്ഷ്യം ഞങ്ങളുടെ സ്വത്താണോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, അതിന് അവൾക്ക് നല്ല സ്വത്തുണ്ടല്ലോ, പിന്നെ എന്തിനാ നിൻ്റെ സ്വത്ത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയാണ്, അത് അവിടെ അച്ഛനും അമ്മയും ഇങ്ങനെ പറയുന്നതിൽ എനിക്ക് നല്ല ഡൗട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങളുടെ കല്യാണത്തിന് ഏറ്റവും കൂടുതൽ നിർബന്ധിച്ചത് അവിടെ അച്ഛനും അമ്മയാണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അവർക്ക് എന്തൊക്കെയോ കള്ളങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അവർ ശരിയല്ലാത്തതുകൊണ്ടല്ലേ നിനക്ക് 2 പ്രാവശ്യം അവരെ വീട്ടിൽ കയറി തല്ലേണ്ടി വന്നതെന്നൊക്കെ ഇങ്ങനെ നന്ദുവിനോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നന്ദു പറയാണ്, അതൊക്കെ വിട്, ഇനിയിപ്പോൾ ഈ ഡ്രസ്സും കൊണ്ട് ഞാൻ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ എല്ലാവരും ചോദിക്കും ഇതെവിടുന്നാ എന്താന്നൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ എന്ത് പറയും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി അല്ലെങ്കിൽ നീ വാങ്ങിച്ചു തരണം എന്നാണ് എല്ലാവർക്കും ഡൗട്ടുണ്ട്, ഇനിയിപ്പോൾ എന്ത് പറയുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, എങ്കിൽ ഞാൻ വിളിച്ച് ഫ്രണ്ട്സിനോട് പറയാം, അവർ വാങ്ങിച്ച് തന്നെയാണെന്നൊക്കെ ഇങ്ങനെ പറയാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, എന്തിനാ നീ ഇങ്ങനെ ഇതൊക്കെ വാങ്ങിച്ചെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അത് എന്നെ മറക്കാതിരിക്കാനെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. നീ ക്യാമ്പിൽ പോകുമ്പോൾ ഇത് ധരിച്ച് വേണം നടക്കാൻ, അപ്പോഴത്തേക്കും നിനക്ക് എന്നെ ഓർമ്മ വരുമല്ലോ എന്നൊക്കെ ഇങ്ങനെ അനി പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, എന്നായിരുന്നാലും ഒരു ദിവസം അനാമിക എന്നെ വിട്ട് പോകും, ആ സമയത്തേക്ക് അപ്പോഴത്തേക്കും നീ എൻ്റെ കൂടെ വേണം, ഇനിയൊരു ബുദ്ധിമോശം ഞാൻ കാണിക്കില്ല എന്നൊക്കെ ഇങ്ങനെ അനി പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നന്ദു പറയാണ്, ഇനി എനിക്കൊന്നും പറയാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു അങ്ങ് പോവുകയാണ് കേട്ടോ ചെയ്യുക. അടുത്തായിട്ട് ദേവേനെയും നയനേനെയും കാണിക്കുക. ദേവേനെ കിച്ചണിലെ പാചകത്തിലാണ് കേട്ടോ. അപ്പോഴത്തേക്കും നയന അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയാണ്, അമ്മയെന്നൊക്കെ ഇങ്ങനെ വിളിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ദേവേനി പറയുന്നുണ്ട്, നന്ദുമോളുടെ ഇഷ്ടമൊക്കെ നിനക്കല്ലേ അറിയാവുള്ളൂ, എന്തൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ അതൊക്കെ ഉണ്ടാക്കി വയ്ക്കാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയാണ്, നന്ദുവിന് ഞാൻ ഉണ്ടാക്കുന്ന ഫുഡാണ് ഇഷ്ടം, ഞാൻ കൂടെ സഹായിക്കാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയാണ്, വേണ്ട, എന്താ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് കൊള്ളത്തില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയാണ്, അങ്ങനെ അമ്മ മാത്രം 100% അടുക്കളക്കാരിയായ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടെ പകത്ത് തരുന്നല്ലോ, ഒരു കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയാണ്, ഇല്ല, എനിക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് നിങ്ങളെ കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറയുന്നത് കേൾക്കുന്നത് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്നൊക്കെ ഇങ്ങനെ ദേവയാനി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടെ നല്ല സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്തേക്കും പെട്ടെന്ന് അവിടെ ആദർശ് വരികയാണ് ചെയ്യുക. അപ്പം ദേവയാനി പറയുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്നങ്ങ് നല്ല ചിരിയും കളിയൊക്കെ ഇങ്ങ് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുക രണ്ടുപേരും. എന്നിട്ട് ആദർശ് വന്നിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ, രണ്ടുപേരും ഒരുമിച്ച് അടുക്കളയിൽ കയറിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ത്തേക്കും ദേവയാനി പറയുന്നുണ്ട്, ഇല്ല, എവിടെ അനിയത്തി ഇങ്ങോട്ട് വരണുണ്ടെന്ന് പറഞ്ഞു, ഇനിയിപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ ഞാൻ കാരണം പറഞ്ഞ് ഇനി എവളെ വീട്ടിൽ പോയാലോ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അവളിനിയിപ്പം ട്രെയിനിങ് ക്യാമ്പിൽ പോവുകയല്ലേ, അതുകൊണ്ട് ഒരു ദിവസം വിളിച്ച് ഫുഡൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചെന്നൊക്കെ ഇങ്ങനെ നയന പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, എന്തിനാ ഒരു ദിവസം ആക്കുന്ന, എല്ലാ ദിവസം വേണമെങ്കിലും ഇങ്ങോട്ട് വിളിച്ചോ, പിന്നെ അനാമിക്ക് ഇഷ്ടമാവില്ലെന്ന് വെച്ചിട്ട് ഞാൻ ഇതിനെക്കുറിച്ചൊന്നും പറയാത്തതെന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുകയാണ്. അപ്പോഴത്തേക്കും നയന പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ് അവൾ ഇങ്ങോട്ട് വരാത്തത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഞാനും അവളും തമ്മിൽ ആ കമ്പനി, അല്ലെങ്കിൽ എന്നെ കാണാൻ അവൾ എല്ലാ ദിവസവും ഇങ്ങോട്ട് വന്നേനെന്നൊക്കെ ഇങ്ങനെ നയന പറയാണ്. ദേവേനെ എന്നിട്ട് ആദർശിനോട് പറയുന്നുണ്ട്, അനാമികയും അനിയും തമ്മിൽ ഒരുപാട് പൊരുത്തക്കേടുണ്ട്, കുട്ടിക്കാലം മുതലേ അനിയുടെ കാര്യങ്ങളൊക്കെ നീയല്ലേ നോക്കിയിരുന്നത്, അപ്പോൾ ഈ കാര്യങ്ങളും കൂടെ ഒന്ന് പരിഹരിച്ചൂടെ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ ദേവയാനി. ആദർശ് എന്നിട്ട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് അമ്മേ, കല്യാണത്തിൻ്റെ തലേദിവസമല്ലേ ഞാൻ കാര്യങ്ങളൊക്കെ അറിയുന്നത്, അപ്പോഴത്തേക്കും എന്നിട്ട് തന്നെ ഞാൻ അനാമികയും അനിയായിട്ടുള്ള കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചതാണ്, അതുപോലെ തന്നെ അതിന് ഇവളെ ചേച്ചിയും അച്ഛനും അമ്മയൊക്കെ എതിർക്കുകയും ചെയ്തു, പിന്നെ അതുമാത്രമല്ല നന്ദുവിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ നന്ദുവിന് ഇഷ്ടമില്ല എന്നും പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതുകൊണ്ടാണ് ഈ കല്യാണം നടന്നത്, അതുകൊണ്ട് ഇപ്പോൾ എന്തായി, അവൻ്റെ ഒരു സന്തോഷമില്ലാതായില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവന് ഇതുവരെയായിട്ടും അനാമികയെ സ്നേഹിക്കാനും കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നയനയും പറയുന്നുണ്ട്, തിരിച്ചും അങ്ങനെ തന്നെയാ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും ദേവയാനി പറയുന്നുണ്ട്, എന്തായാലും 3 മരുമക്കളും ഒരു വീട്ടിൽ നിന്നാവാത്തത് നന്നായി, ഇനിയിപ്പോൾ അതിനുള്ള സാഹചര്യങ്ങൾ ആരും ഒരുക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആദർശിനോട് പറയുകയാണ്, എങ്ങനെയെങ്കിലും നീ ഇതിനുള്ള ഇവരെ പ്രശ്നങ്ങൾ തീർക്കാനുള്ള പോംവഴി നോക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആദർശ് പറയുന്നുണ്ട്, ഞാനിനിയിപ്പോൾ എന്ത് ചെയ്യാനാ, ഞാൻ ഒരുപാട് പ്രാവശ്യം ഇവൻ്റെ അടുത്ത് പറഞ്ഞിട്ടതാണ്, ഈ കാര്യം മാത്രം അവ അനുസരിക്കുന്നില്ല, അതുമാത്രമല്ല ഇപ്പം ജോലിയിലെ കാര്യത്തിൽ പോലും ഇവൻ്റെ മാരീഡ് ലൈഫ് ഇപ്പോൾ ബാധിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആദർശ് അങ്ങ് പോവേണ്ട കേട്ടോ ചെയ്യുക.
അപ്പോഴത്തേക്കും ദേവേനി പറയുന്നുണ്ട്, അവൻ പറഞ്ഞതൊക്കെ നീ കേട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നയന പറയാണ്, അനി ഇനി അവളോട് അടുത്താലും എന്തായാലും നന്ദു ഒഴിഞ്ഞു പൊയ്ക്കോളും, ഞാൻ നല്ല രീതിയിൽ താക്കീത് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നയന ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്, എൻ്റെ അച്ഛനും അമ്മയും ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് നന്ദുവിൻ്റെ അടുത്ത് ഇങ്ങോട്ട് വരാൻ ഞാൻ പറഞ്ഞത്, ഇനിയിപ്പോൾ അതിനൊരു പ്രശ്നമാവോ എന്തോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അടുത്തായിട്ട് കാണിക്കുക നന്ദുവിനെയാണ് കേട്ടോ. അപ്പോൾ നന്ദു അനന്തപുരിയിലോട്ട് വരാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും കനക വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അടിപൊളി ഡ്രസ്സാണല്ലോ, നീ ഇതിപ്പോൾ എപ്പോൾ എടുത്തു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയാണ്, അത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഫ്രണ്ട്സ് എടുത്ത് തന്നതാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും കനക പറയാണ്, ആദ്യം ക്യാമ്പിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ നിനക്കൊരു മോതിരം വാങ്ങി തന്നായിരുന്നല്ലോ, ഇപ്പം നിനക്ക് ഡ്രസ്സും എടുത്ത് തന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് കനക ചോദിക്കുന്നുണ്ട്. സത്യം പറ, ഇതൊക്കെ അനിയുടെ സംഭാവനയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നന്ദു അങ്ങ് ടെൻഷനാവുകയാണ് ചെയ്യുക. എന്നിട്ടൊന്നും മിണ്ടുന്നില്ല. അപ്പോഴത്തേക്കും കനക പറയുന്നുണ്ട്, അത് കേട്ടപ്പോൾ നീ എന്താ ഒരുമാതിരി ഇരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയാണ്, ഇല്ല അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ നയന മോളെ പോലെയാ, അതുപോലെ തന്നെ നിനക്ക് കള്ളങ്ങൾ പറയാനും അറിയില്ല, എന്നാൽ നീ ഇപ്പോൾ അനിയുടെ കാര്യത്തിൽ ഒരുപാട് കള്ളങ്ങൾ പറയുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്നിട്ട് പറയാണ്, ഈശ്വര ഇനിയിപ്പോൾ ക്യാബിനകത്ത് പോയാൽ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയാണ്, അതിനിപ്പോൾ ക്യാമ്പിനകത്ത് എന്ത് നടക്കാനാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അനി അവിടെ വന്നാലും ഞങ്ങളാരും അറിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം പറയാണ്, അവിടെ അങ്ങനെ ആർക്കും കയറാനൊന്നും പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പറയണം, അവിടെ നിനക്ക് അവധിയൊക്കെ കിട്ടുമല്ലോ, അപ്പം ആ സമയത്തൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കറങ്ങാനൊക്കെ പോവാമല്ലോ എന്നൊക്കെ ഇങ്ങനെയൊക്കെ കനക പറയുന്നുണ്ട് കേട്ടോ. അവിടേക്ക് അനി വന്നാലും നമുക്ക് അറിയാനൊന്നും പറ്റില്ല. അതേപോലെ തന്നെ അവന് അവിടെ വരുന്നതിലും വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല, എല്ലായിടത്തും ഉണ്ടല്ലോ മൂർത്തീസ് ജ്വല്ലറീസ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നന്ദ പറയാണ്, അമ്മ എന്തിനാ ഇങ്ങനെ കാട് കയറിയൊക്കെ ചിന്തിക്കുന്നത്, പറയാണ്, നിനക്ക് ഓരോ സമ്മാനങ്ങൾ കിട്ടുമ്പോഴും എനിക്ക് തെളിയുന്നത് അവൻ്റെ മുഖം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, അത് എൻ്റെ കുഴപ്പമല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നീ ഞങ്ങളെ വെട്ടിച്ച് അവനുമായിട്ടുള്ള ബന്ധം തുടരുകയാണെങ്കിൽ നിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അയനേച്ചിക്കായിരിക്കും ഏറ്റവും കൂടുതൽ വിഷമാവുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നന്ദി പറയുന്നുണ്ട്, എനിക്ക് നീൻ്റെ കാര്യം പറഞ്ഞ് തർക്കിക്കാനൊന്നും വയ്യാന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പറയാണ് കനക, എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് പിന്നെ എന്തിനാ നയന മോൾ അങ്ങോട്ട് നിന്നെ വിളിച്ചതെന്ന് ഇങ്ങനെ എനിക്ക് മനസ്സിലാവാത്തതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് പറയുന്നുണ്ട്, എനിക്ക് അങ്ങോട്ട് പോകാൻ താല്പര്യമൊന്നുമില്ല, പിന്നെ നവ്യേച്ചിയും പറഞ്ഞു നയനേച്ചിയും ചെന്നാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പോകുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് കനക പറയുന്നുണ്ട്, ഇനി ജലജയെ തല്ലാനാണോ അതോ ഇനി അനാമികയെ തല്ലാനാണോ നിന്നെ വിളിക്കുന്നതെന്ന് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നന്ദു പറയുന്നുണ്ട്, ഇനി അനാമികയുടെ അച്ഛനും അമ്മയാണ് അവിടെ വന്നിരുന്നിട്ട് എന്നോട് എന്തെങ്കിലും മോശമായിട്ട് പെരുമാറുകയാണെങ്കിൽ ഞാൻ ഒറിജിനൽ പോലീസിൻ്റെ സ്വഭാവം എടുക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും കനക പറയുന്നത്, അങ്ങനെയൊന്നും ചെയ്യല്ലേ മോളെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം നന്ദു അങ്ങ് പോവുകയാണ് കേട്ടോ ചെയ്യുക. അടുത്തായിട്ട് അനന്തപുരിയാണ് കേട്ടോ കാണിക്കുക. അനന്തപുരിയിലേക്ക് നന്ദി വരുന്നുണ്ട്. അപ്പോൾ നന്ദി ഇങ്ങനെ വരുന്ന സമയത്തേക്കും ആനി മുകളിൽ നിന്ന് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് ആനി ഇങ്ങനെ കൈയൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്, നന്ദു എന്നൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ നന്ദു അവിടെ നിന്ന് കൈയൊക്കെ എടുത്ത് കാണിച്ചിട്ട് നന്ദു അകത്തേക്ക് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ആനി ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും അവിടെ അനാമിക വന്ന് നിൽക്കുകയാണ് ചെയ്യുക. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് സന്തോഷമായോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, എന്നെ ഇവിടെ ദുഃഖിക്കാൻ മാത്രമൊന്നും ഉണ്ടായില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പറയുന്നുണ്ട്, നിനക്ക് സന്തോഷിക്കാനുള്ള വകയുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അനി പറയാണ്, എനിക്ക് നിന്നോട് തർക്കിക്കാനും സമയമില്ല എന്നൊക്കെ അങ്ങ് പറഞ്ഞിട്ട് പറയാണ്, നീ നിൻ്റെ പാട് നോക്കി പോ എന്നൊക്കെ പറഞ്ഞിട്ട് അനി അങ്ങ് താഴേക്ക് പോകുന്നുണ്ട് കേട്ടോ. അടുത്തായിട്ട് നന്ദി ഇങ്ങനെ അകത്തേക്ക് കയറി വരുമ്പോഴത്തേക്കും നയനനെ കേട്ടോ കാണുക. അപ്പം നയനയ്ക്കും ഭയങ്കര സന്തോഷമാവുകയാണ് ചെയ്യുക. അങ്ങനെ നയനെ നന്ദിനെ കെട്ടിയൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ദേവേനിയും നല്ല സന്തോഷത്തോടെ വരുന്നുണ്ട്. ആ സമയം തന്നെ ആദർശ് ഇറങ്ങി വരികയാണ് കേട്ടോ. വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നന്ദ് വന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയുകയാണ്, എന്നിട്ട് പറയുന്നുണ്ട്, നന്ദു ഇതിന് മുമ്പ് വീടിൻ്റെ നിന്നും മാറി നിന്നിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഇനിയിപ്പോൾ കുറച്ച് ദിവസം ക്യാമ്പിൽ പോകുമ്പോൾ ബുദ്ധിമുട്ടാവില്ലേ എന്നൊക്കെ ഇങ്ങനെ ആദർശ് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നയന പറയുന്നുണ്ട്, ഫിറ്റ്നസ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇവളെ ഓക്കെ ആണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആദർശ് പറയുകയാണ്, ഞാൻ ഫിറ്റ്നസ്സിൻ്റെ കാര്യമല്ല പറഞ്ഞത്, എല്ലാം നമ്മുടെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഇഷ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ കാണാതിരിക്കുമ്പോൾ അത് നമുക്ക് എന്തായാലും ഒരു ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ദേവേനി പറയുന്നുണ്ട്, അതിന് അവൾക്കൊരു ബുദ്ധിമുട്ടല്ലല്ലോ, പിന്നെന്താ നിനക്ക് ബുദ്ധിമുട്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ആദർശ് പറയാണ്, ഇല്ല ഞാൻ വീട്ടിൽ നിന്ന് മാറി നിന്നപ്പോൾ എന്നെക്കാട്ടിയും വിഷമം അമ്മയ്ക്കായിരുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്.
അത് നീ ഒറ്റ മോനായിരുന്നു, അതുപോലെ തന്നെ അസുഖക്കാരനുമായിരുന്നു, അതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ ദേവേനി പറയാണ്. അപ്പോഴത്തേക്കും നന്ദു പറയുന്നുണ്ട്, എന്തായാലും ഇപ്പോൾ പോവേണ്ട സമയമായപ്പോൾ പോകണ്ടെന്നൊരു തോന്നൽ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. നയന പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നീ പോണ്ട, എന്തായാലും എസ് ഐ ആവുന്നതിൽ അച്ഛനും അമ്മയ്ക്കും വലിയ സന്തോഷമൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ആദർശ് പറയുന്നുണ്ട്, അത് സന്തോഷമില്ലാതെ വേറൊന്നും കൊണ്ടല്ല, നന്ദുവിൻ്റെ സ്വഭാവം അറിയാവുന്നുണ്ടാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നന്ദു പറയാണ്, ഇനിയിപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ട ജോലി വേണ്ടാന്നൊന്നും വെക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയാണ് കേട്ടോ. ദേവേനി ചോദിക്കുന്നുണ്ട്, നന്ദുവിന് എന്താ കുടിക്കാൻ വേണ്ടതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നയന പറയാണ്, അമ്മ എന്ത് കൊടുത്താലും കുടിച്ചോളും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ദേവേനി പറയണ, ഞാൻ നിന്നോട് ചോദിച്ചോ, അവളോടല്ലേ ചോദിച്ചെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നന്ദ പറയാൻ, ചേച്ചി പറഞ്ഞ പോലെ ആൻറ്റി എന്തുണ്ടാക്കിയാലും ഞാൻ കുടിച്ചോളാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ദേവേനി പറയണേ, എനിക്ക് ഓറഞ്ച് ജ്യൂസ് എടുക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതെ എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ആദർശ് പറയാണ്, ഇതൊക്കെ പറയുകയാണെങ്കിലും അമ്മയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് ദേവേനി അങ്ങ് പോയല്ലോ. എന്നിട്ട് ആദർശ് പറയാണ്, എന്തെങ്കിലും കൊണ്ടുപോകാൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങി വയ്ക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നന്ദ പറയാണ്, ഇല്ല, ഞാൻ മുമ്പ് ക്യാമ്പിലേക്ക് പോകുന്നതിന് വേണ്ടി എല്ലാം വാങ്ങിയൊക്കെ വെച്ചല്ലോ, അതിനല്ലേ അപ്പോഴല്ലേ കേസും അതുപോലെ തന്നെ ചിക്കൻ ബോക്സൊക്കെ വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് നന്ദു പറയുന്നുണ്ട്, നയനേച്ചി നിർബന്ധിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, അല്ലാന്നുണ്ടായിരുന്നു ഞാൻ വരില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ഇനിയിപ്പോൾ അനാമികയ്ക്കും അവിടെ അമ്മയ്ക്കൊക്കെ എത്രത്തോളം ഇഷ്ടമാവുമെന്ന് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നയന പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അവരെ ഇഷ്ടമൊന്നും നോക്കണ്ട, ഇന്ന് മോള് വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തോറ്റുപോയേനെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയേണ്ട, അത്രമാത്രമാണ് അനാമിക അച്ഛനും അമ്മയും താറടിച്ച് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അത് ഒരു മക്കൾക്കും സഹിക്കാൻ പറ്റില്ല ആദർശേട്ടാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നന്ദുവിനെ വിളിച്ചിട്ട് നയന അകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അടുത്തായിട്ട് അനാമികയും ജലജയും ജാനകിയൊക്കെയാണ് കേട്ടോ കാണിക്കുക. എന്നിട്ട് ജലജ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ആരെയും നമ്മുടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ ഏട്ടത്തി തന്നെ പറഞ്ഞാൽ മതിയല്ലോ, ഏട്ടത്തിക്ക് സ്ട്രിക്റ്റായിട്ട് പറഞ്ഞുകൂടായിരുന്നു അവിടെ അനിയത്തി ഇങ്ങോട്ട് വരണ്ടാന്ന് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ജാനകി പറയുന്നുണ്ട്, അതിന് എങ്ങനെ പറയും, ഇപ്പോൾ മരുമകളെ പേടിയല്ലേ, ഇനിയിപ്പോൾ അനിയത്തിയെ വിരുന്നൂട്ടാൻ വിളിക്കുമ്പോൾ ഇനിയിപ്പോൾ വരണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അവൾ പിണങ്ങിപ്പോയാലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അനാമിക പറയുകയാണ്, ഇനിയിപ്പോൾ എന്തായാലും അവൾ ഇങ്ങോട്ട് വന്നതല്ലേ, അപ്പച്ചിയും അമ്മയൊക്കെ താഴോട്ട് വാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ജലജ പറയണേ, ഞങ്ങളെന്തിനാ താഴോട്ട് പോകുന്നത്, മോള് പോകുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ വല്യമ്മയ്ക്ക് വല്ലതും തോന്നിയാലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ജാനകി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ആർക്ക് എന്ത് തോന്നിയാലും ഒരു കുഴപ്പമില്ല മോളെ, നമ്മൾ ചെല്ലേണ്ട ഒരു കാര്യമില്ല, അവൾ എന്താണെന്ന് വെച്ചാൽ വന്ന് കഴിച്ചിട്ട് പൊയ്ക്കോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും ജലജ പറയുന്നുണ്ട്, എന്തായാലും പ്രസവത്തിന് ഒരാൾ അങ്ങോട്ട് പോയതുകൊണ്ട് അവൾ അച്ഛനും അമ്മയും എന്തായാലും വരില്ല, അല്ലെങ്കിൽ ഇപ്പോൾ കനക ഇവിടെ താമസിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നേനെ എന്നൊക്കെ ഇങ്ങനെ ജലജയും പറയുകയാണ്. ഇനിയിപ്പോൾ ആര് വന്നാലും ഒന്നും പറയാൻ പറ്റില്ല, വഴിയെ പോണവരോ വിളിച്ച് കയറ്റുന്ന സത്രമാണല്ലോ ഇത്, അങ്ങനെയുള്ള അച്ഛനും അമ്മയും ഇവിടെ ഉള്ളത്, ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ ചില ദേഷ്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ജാനകി അനാമികയോട് പറയുകയാണ്, ഇനിയിപ്പോൾ ഏട്ടത്തിയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അതുകൊണ്ട് മോള് സ്ട്രിക്റ്റായിട്ട് തന്നെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറയണം, നന്ദുവും അനിയും തമ്മിൽ ഇഷ്ടമുള്ളപ്പോൾ ഒരിക്കലും നന്ദുവിനെ ഇങ്ങോട്ട് ക്ഷണിക്കരുതെന്ന് പറയണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും ജലജ പറയുന്നുണ്ട്, ഒരു കാരണവശാലും നമ്മൾ അങ്ങോട്ട് പോവുകയും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് അനാമിക പറയുന്നുണ്ട്, നമ്മളെന്തിനാ അങ്ങോട്ട് പോവാതിരിക്കുന്നത്, അവളെ പേടിച്ച് എന്താ നമ്മൾ ഒളിച്ചിരിക്കുന്നത്, അങ്ങനെ ഇരിക്കുമ്പോഴല്ലേ അവൾക്ക് വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വരാൻ തോന്നുന്നത്, അതുപോലെ തന്നെ എസ് ഐ ആവാൻ പോണ അവളെ എല്ലാവർക്കും പേടിയെന്ന അവളെ വിചാരം, അങ്ങനെ പാടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയാണ്. അപ്പോഴത്തേക്കും ജലജ പറയാണ്, മോളുടെ വീട്ടിൽ കയറി മോളുടെ അച്ഛനും അമ്മയും തല്ലിയത് അവളെ ഫ്രണ്ട്സും ആണെന്നല്ലേ മോള് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പറയാണ്, അത് അവൾ തന്നെയാ എന്ന് വിചാരിച്ച് ഇനിയിപ്പോൾ നമ്മൾ അവളെ പേടിച്ച് നമ്മൾ ഒളിച്ചിരിക്കുകയാണെന്ന് വിചാരിക്കും, അത് വേണ്ട, എന്തായാലും അവളെ മുമ്പിൽ തന്നെ ഞാൻ പോയി നിൽക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ചെയ്യുക. എന്നിട്ട് അനാമിക ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, സത്യങ്ങളെന്ന് ഇവരെ അറിയാത്തിടത്തോളം കാലം ഇവരെ മുമ്പിൽ ഇങ്ങനെ അഭിനയിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യുക. എന്നിട്ട് ജലജ പറയുന്നുണ്ട് ജാനകിയോട്, നിൻ്റെ മരുമോളും എന്തായാലും ഒരു വശം കിട്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയും, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ, എല്ലാവരെയും അനുസരിപ്പിക്കുകയല്ലേ നയന ചെയ്യുന്നത്, അങ്ങനത്തെ ഒരുത്തിയാണ് അവളെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പറയുന്നത് കേട്ടല്ലേ ഇപ്പോൾ ഈ വീട്ടിലുള്ള എല്ലാവരും അനുസരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ജാനകി അങ്ങ് പോവുകയാണ് ചെയ്യുക.
അടുത്തായിട്ട് ഡൈനിൻ്റെ അവിടെ ആദർശും നയനയും നന്ദുവും അനിയും അതുപോലെ തന്നെ ദേവയാനിയൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ആദർശ് ചോദിക്കുന്നുണ്ട് അനാമിക എവിടെയെന്നൊക്കെ ചോദിക്കുമ്പോൾ അനി പറയുന്നുണ്ട് അവളെ മോളിൽ കാണുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അനാമിക വരികയാണ് ചെയ്യുക. അപ്പോഴത്തേക്കും ദേവയാനി പറയുന്നുണ്ട് ആ മോള് വന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പറയുന്നുണ്ട് മോള് ഇരിക്കുന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പറയാണ് ഇല്ല ഞാൻ എല്ലാ ദിവസവും ഇരുന്ന് കഴിക്കുന്നതല്ലേ, ഇന്ന് നന്ദു അല്ലേ ഗസ്റ്റ്, അതുകൊണ്ട് ഞാൻ വിളമ്പിത്തരാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. തെക്കൻ ദേവേനി പറയുന്നുണ്ട് അവളെ ചേച്ചി വിളമ്പി കൊടുത്തോളും, അനി കഴിക്കുമ്പോൾ അനിയുടെ അടുത്തല്ലേ മോളിരിക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് വിളമ്പാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അനാമിക തുടങ്ങുമ്പോൾ നന്ദ പറയുന്നുണ്ട് വേണ്ട ഞാൻ വിളമ്പി കഴിച്ചോളാം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അനാമിക പറയാണ് അറിയില്ല, ഇത്രയും ദിവസം ഞാൻ നിന്നെ ശത്രുവിനെ പോലെയല്ലേ കണ്ടത്, ഇന്ന് ഞാൻ ഭക്ഷണം വിളമ്പി തരുന്നതിലൂടെ അത് അവസാനിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ആദർശ് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അത് നല്ല കാര്യമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അടുത്തായിട്ട് വിളമ്പി കഴിഞ്ഞതിന് ശേഷം ദേവയാനി പറയുന്നുണ്ട് ഇനി മോളിരിക്കുന്നൊക്കെ പറയുമ്പോൾ അനാമിക വന്ന് ഇരിക്കുന്നുണ്ട് കേട്ടോ അനിയുടെ അടുത്തേക്ക്. അതിനുശേഷം നന്ദും അനിയും കൂടി ഇങ്ങനെ പരസ്പരം നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അനാമിക കാണുമ്പോൾ നല്ല ദേഷ്യമാണ് വരുന്നത്. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട് ട്രെയിനിങ് കഴിയുമ്പോൾ പറഞ്ഞാൽ മതി, DGP ഉൾപ്പെടെ എല്ലാവരെയും മുത്തശ്ശിനെ അറിയാം, നമുക്ക് അടുത്തെവിടെയെങ്കിലും പോസ്റ്റിങ് വാങ്ങിക്കാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നന്ദു പറയാണ് അങ്ങനെ റെക്കമെൻഡേഷനൊന്നും വേണ്ട ആദർശേട്ടാ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു മറുപടി തന്നെയാണ് ഞാനും പ്രതീക്ഷിച്ചത്, അങ്ങനെ തന്നെയാണ് വേണ്ടത് എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും അധികം ദൂരത്തോട്ടൊന്നും പോകണ്ട, അച്ഛനും അമ്മയ്ക്കൊക്കെ നല്ല ടെൻഷനുണ്ട് നിൻ്റെ സ്വഭാവം വെച്ചിട്ട് എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുമ്പോൾ ദേവേനി പറയുന്നുണ്ട് എവിടെ സ്വഭാവം അനുസരിച്ച് ഇവർക്ക് ഒരുപാട് ട്രാൻസ്ഫർ കിട്ടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ. അപ്പോഴത്തേക്കും അനാമിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവളെ പ്രശ്നമുള്ള വല്ല സ്ഥലത്തും പോയിട്ട് ഇവളെ ആരെങ്കിലും തല്ലിക്കൊന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കാൻ കേട്ടോ അനാമിക. അപ്പോഴത്തേക്കും അനി പറയുന്നുണ്ട് ഇപ്പോൾ കഞ്ചാവും മയക്കുമരുന്നൊക്കെയാണ് കേസായിട്ടുള്ളത്, അപ്പോൾ അതിനൊക്കെ പിടിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ വലിയ തമ്പുരാനുമായിട്ടൊക്കെ ആയിരിക്കും ഏറ്റുമുട്ടേണ്ടി വരിക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നന്ദി പറയാണ് ഇനിയിപ്പോൾ നമുക്കൊരു ജീവിതമല്ലേ ഉള്ളൂ, ഇനി ഏത് വലിയ തമ്പുരാനാണെങ്കിൽ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അനാമിക വിചാരിക്കുകയാണെങ്കിൽ എങ്കിൽ പിന്നെ നീ ഉടനെ തന്നെ ആവിയായി മുകളിലോട്ട് പൊയ്ക്കോളും എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നന്ദുവും അതുപോലെ തന്നെ അനിയും ഇങ്ങനെ പരസ്പരം നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് ദേവയാനിയും ശ്രദ്ധിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അനാമികയും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.